Module number 2.10.01. Topic name Entrepreneurship Development. സുഹൃത്തുക്കളെ, ഇനിയും നാം ഫ്ലോ സീക്വൻസ് ഡയഗ്രാമിൻ്റെ സഹായത്തോടെ ഒരു ചെറിയ ബിസിനസ് എങ്ങനെ സ്ഥാപിക്കാമെന്ന് പഠിക്കാം. ഒരു ചെറിയ ബിസിനസ് സ്ഥാപിക്കാൻ ബിസിനസ് ആശയം വിലയിരുത്തുന്നതിനും അതിൻ്റെ സ്ഥിരതയെക്കുറിച്ച് അറിയുന്നതിന് 8 ചേഞ്ച് പോയിന്റുകൾ പരിഗണിക്കണം. ഈ 8 ഘടകങ്ങൾ: നമ്പർ 1 ബിസിനസ് പ്ലാൻ, നമ്പർ 2 ഫിനാൻഷ്യൽ പ്ലാനിംഗ്, നമ്പർ 3 പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, നമ്പർ 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, 5 കസ്റ്റമേഴ്സ്, 6 കോമ്പറ്റീറ്റേഴ്സ്, 7 ഓപ്പറേഷൻസ്, 8 സോട്ട് അനലൈസിസ്. ബിസിനസ് പ്ലാൻ ഒരു ചെറിയ ബിസിനസ് സ്ഥാപിക്കുന്നതിലെ ആദ്യവും വളരെ നിർണായകവുമായ ഘട്ടമാണ് ഇത്. ഒരു ബിസിനസ് പ്ലാൻ നിങ്ങളുടെ ബിസിനസ് ആശയം, ലക്ഷ്യം എന്നിവ നിർവചിക്കുന്നതിന് സഹായിക്കുന്നു. നിങ്ങൾ ഈ ലക്ഷ്യങ്ങൾ നേടുവാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ റോഡ് മാപ്പ് ഇത് നൽകുന്നു. ഈ ഡോക്യുമെൻ്റ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ദൗത്യവും ദർശനവും നിലനിർത്തുവാൻ സഹായിക്കുന്ന ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നു. ഫൈനാൻഷ്യൽ പ്ലാനിംഗ് സ്രോതസ്സുകൾ ഫലപ്രദമായി വിതരണം ചെയ്യുന്നതിനും പ്രവർത്തനം, മാർക്കറ്റിംഗ്, വിപുലീകരണം തുടങ്ങിയ നിർണായക മേഖലകളിലേക്ക് നിധികൾ വിതരണം ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇതുകൊണ്ട് ബഡ്ജറ്റുകൾ സൃഷ്ടിക്കുവാൻ കഴിയും. ചിലവുകൾ നിയന്ത്രിക്കുവാനും പണപ്രവാഹം നിയന്ത്രിക്കുവാനും അധിക ചിലവുകൾ ഒഴിവാക്കുവാനും ചെറിയ ബിസിനസ്സുകൾക്കും സഹായിക്കുന്നു. ഫൈനാൻഷ്യൽ പ്ലാനിംഗ് സാമ്പത്തിക അപകട സാധ്യതകൾ കണ്ടെത്തി കുറയ്ക്കുവാനും അപരീക്ഷിത വെല്ലുവിളികളിൽ പ്രതിരോധം സൃഷ്ടിക്കുവാനും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ബിസിനസ്സുകൾക്ക് പ്രതിരോധശേഷി നിലനിർത്തുവാനും സഹായിക്കുന്നു. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒരു വിശദമായ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആ പ്രോഡക്റ്റിനെക്കുറിച്ചുള്ള സാധ്യതകളെ, അതിനെക്കുറിച്ചുള്ള വ്യക്തതകളെ ഉപഭോക്താക്കളെ അറിയിക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ സവിശേഷതകൾ, ലാഭങ്ങൾ, പ്രത്യേകതകൾ എന്നിവ മനസ്സിലാക്കുവാനും സഹായിക്കുന്നു. ഇത് ആശയവിനിമയ ഉപകരണമായും സേവനം ചെയ്യുന്നു. നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം പ്രേക്ഷകരെ അത് ഫലപ്രദമായി അറിയിക്കുവാനും മെച്ചപ്പെട്ട രീതിയിൽ അത് മനസ്സിലാക്കുവാനും പങ്കാളിത്തവും പ്രോത്സാഹനം നൽകുവാനും അത് സഹായിക്കുന്നു. ഒരു നല്ല പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ഉൽപ്പന്നം മത്സരകരിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്നത് തെളിയിക്കുന്നു. ഇതൊരു യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ USP സൃഷ്ടിക്കുവാനും നിങ്ങളുടെ പ്രോത്സാഹനം മാർക്കറ്റിൽ നിലനിർത്തുവാനും സഹായിക്കുന്നു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു നന്നായി നിർവചിച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങളുടെ ചെറിയ ബിസിനസ്സിൻ്റെ ബോധം ഉയർത്തുന്നു. സാധ്യതയുള്ള ഉപഭോക്താക്കൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളെക്കുറിച്ചും അവ എന്തുകൊണ്ട് വ്യത്യസ്തമാണ് എന്നതും മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് ഉപഭോക്തൃ സമാഹരണം, മത്സരാധിക്യം, ബ്രാൻഡ് നിർമ്മാണം, വരുമാനം സൃഷ്ടിക്കൽ എന്നീ മേഖലകളിലും സഹായിക്കുന്നു. കസ്റ്റമേഴ്സ് ചെറിയ ബിസിനസ്സുകൾക്ക് പ്രധാനമായ വരുമാന സ്രോതസ്സാണ് കസ്റ്റമേഴ്സ്. അവരുടെ വാങ്ങലും തുടർന്നുള്ള പിന്തുണയും ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിജയത്തിനും സ്ഥിരതയ്ക്കും നേരിട്ട് സംഭാവന ചെയ്യുന്നു. കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നതിന് മത്സരകരെ പഠിക്കുന്നത് അനിവാര്യമാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ, വില നിർണ്ണയങ്ങൾ, തന്ത്രങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് തീരുമാനങ്ങളിൽ വിലപ്പെട്ട മാനങ്ങൾ നൽകുന്നു. ഓപ്പറേഷൻസ് ചെറിയ ബിസിനസ്സിൻ്റെ വിജയത്തിനുള്ള പ്രധാന ഘടകമാണ് ഓപ്പറേഷൻസ്. ഫലപ്രദമായ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് സ്രോതസ്സുകളുടെ കാര്യക്ഷമമായ ഉപയോഗം മാത്രമല്ല, ഉപഭോക്തൃ സംതൃപ്തി, ചലനാത്മകത, വ്യാപനക്ഷമത, ആകെ ബിസിനസ്സിൻ്റെ പ്രതിരോധശേഷി എന്നിവയ്ക്കും സംഭാവന നൽകുന്നു. സൗണ്ട് ഓപ്പറേഷണൽ പ്രാക്ടീസസ് സ്ഥാപിക്കുന്നതിന് ദീർഘകാല വളർച്ചയ്ക്കും വിജയത്തിനും
ഒരു ചെറിയ ബിസിനസ് തയ്യാറാക്കുന്നതിനുമുള്ള അടിസ്ഥാന ഘടകമാണ്. SWOT അനാലിസിസ്. SWOT വിശകലനം. സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. ഒരു ചെറിയ ബിസിനസ് സ്ഥാപിക്കുക എന്നത് ചാരിതാർത്ഥ്യപ്രദമായ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഇത് ഉള്ളിലെ ശക്തികളും ദൗർബല്യങ്ങളും പുറത്തെ അവസരങ്ങളും ഭീഷണികളും തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. ഇതിലൂടെയാണ് ഒരു ചെറിയ ബിസിനസ്സിൻ്റെ സ്ഥാപനം പരിഗണിക്കേണ്ടത്. സുഹൃത്തുക്കളെ, വിജയകരമായ ഒരു എൻ്റർപ്രണറിൻ്റെ ഉദാഹരണമായ ഒരു കേസ് സ്റ്റഡി നമുക്ക് കാണാം. കേസ് സ്റ്റഡീസ് എന്നത് ഒരു വ്യക്തിയെ, ഒരു കൂട്ടത്തെ, ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെക്കുറിച്ച് ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നടത്തുന്ന വിശദമായ പഠനമാണ്. കേസ് സ്റ്റഡി ഒരു വ്യക്തി, കൂട്ടം അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ വികസനത്തിലേക്കുള്ള ഗവേഷണത്തിൻ്റെ പ്രക്രിയ അല്ലെങ്കിൽ രേഖയാണ്. സുഹൃത്തുക്കളെ, ഒരു കേസ് സ്റ്റഡി എങ്ങനെ നടത്താമെന്നതിനെക്കുറിച്ച് ഒരു സംക്ഷിപ്തമായ ഔട്ട്ലുക്ക് നമുക്ക് കൈവരിക്കാം. സാധാരണ ഒരു കേസ് സ്റ്റഡി നടത്തുന്നതിന് ഡാറ്റ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിക്കുകയും നിരീക്ഷണങ്ങൾ, അഭിമുഖങ്ങൾ തുടങ്ങിയ വിവിധ രീതികൾ ഉപയോഗിച്ച് ശേഖരിക്കുകയും ചെയ്യുന്നു. കേസ് സ്റ്റഡി നടത്തുമ്പോൾ ഗവേഷണം ഒരു നീണ്ട കാലയളവിലേക്ക് തുടർന്നേക്കാം. അതുകൊണ്ട് പ്രക്രിയകളും വികസനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ പഠിക്കാം. കേസ് സ്റ്റഡി ഗവേഷണ രീതി ശരാശരി വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. അതായത് രോഗിയുടെ കേസിൻ്റെ അല്ലെങ്കിൽ വ്യക്തിപരമായ ചരിത്രം എടുക്കുന്ന രീതി. കേസ് സ്റ്റഡി രീതി പലപ്പോഴും ഒരു ഏകീകൃത പങ്കാളിയുടേതോ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാമൂഹിക കൂട്ടം പോലെയുള്ള വ്യക്തികളുടെ ഒരു കൂട്ടം കേസ് ചരിത്രം പുനഃസംരചിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുന്നതിൽ കൂടി ഉൾപ്പെടുന്നു. കേസ് സ്റ്റഡീസ് ഗവേഷകരെ ഒരു വലിയ ഗവേഷണ പങ്കാളികൾക്കായി പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശദമായ വിഷയം അന്വേഷിപ്പാൻ അനുവദിക്കുന്നു, മെച്ചപ്പെട്ട ഫലങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട്. കേസ് സ്റ്റഡി തനിയെ നടത്തുന്ന ഒരു ഗവേഷണ രീതിയല്ല, പക്ഷേ ഗവേഷകർ ഡാറ്റ ശേഖരണത്തിനും വിശകലനത്തിനും വിധികൾ തിരഞ്ഞെടുത്ത് കേസ് സ്റ്റഡീസിനുള്ള അനുയോജ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു വിജയിയായ എൻ്റർപ്രണറിൻ്റെ ഉദാഹരണമായി നമുക്ക് നരേന്ദ്ര മുർക്കുമ്പിൻ്റെ ഉദാഹരണം എടുക്കാം. രേണുക ഷുഗേഴ്സിൻ്റെ ഉടമ. നൂതന എൻ്റർപ്രണറായ നരേന്ദ്ര മുർക്കുംബി 1998 തൻ്റെ ഷുഗർ ഫാക്ടറി ആരംഭിക്കാൻ പഞ്ചസാര കർഷകർക്ക് കമ്പനിയുടെ ഓഹരികൾ വിറ്റു. പഴയ ഉപയോഗശൂന്യമായ പഞ്ചസാര ഫാക്ടറികൾ വാങ്ങി. നരേന്ദ്ര ഷുഗർ ഫാക്ടറിയിലെ ഫൈബറും അതുപോലെ വൈദ്യുതിയും ലാഭിക്കുവാൻ സാങ്കേതിക വിദ്യയും പ്ലാന്റ് മാറ്റങ്ങളും അവയെക്കുറിച്ച് പഠിക്കുവാനുമൊക്കെ ഏറെ സമയത്തെ ചിലവഴിച്ചു. 2005 ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചസാര ശുദ്ധീകരണ കേന്ദ്രം സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. ഇന്ന് രേണുക ഷുഗേഴ്സ് എന്ന കമ്പനിയുടെ മൂല്യം ഏകദേശം 2000 കോടിയാണ്. ഒരു എൻ്റർപ്രണർ ആരംഭിച്ച സംരംഭം ഗുണനിലവാരം നൽകുവാൻ കഴിയില്ലെങ്കിൽ അത് വിജയിക്കുകയില്ല. നരേന്ദ്ര മുർക്കുംബിയുടെ സംരംഭം ഗുണനിലവാരമുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം നൽകുന്നതിന് ഒരു ഉദാഹരണമാണ്. എൻ്റർപ്രണർഷിപ്പ് ഭൂമി, തൊഴിൽ, പ്രകൃതിദത്ത വിഭവങ്ങൾ, മൂലധനം എന്നിവയുമായി സംയോജിതമാണ്. അതിനാൽ ഇത് ഗുണനിലവാരമായ സ്ഥിരതയുള്ളത് ആയിരിക്കണം. എൻ്റർപ്രണേഴ്സ് നിരവധി റിസ്കുകൾ ഏറ്റെടുക്കുകയും രീതികൾ, സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവയിലൂടെ നവീകരിക്കുകയും അവരുടെ ദൃശ്യം, മനോഭാവം, സമീപനം എന്നിവയിൽ ധാരാളം പോസിറ്റിവിറ്റി കൊണ്ടുവരികയും ചെയ്യുന്നു. ആഗോള മാർക്കറ്റുകൾ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവരെ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ നിലനിർത്തുവാൻ കഴിയണം.
അതിനാൽ സുഹൃത്തുക്കളെ, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ അവസാനം എത്തുകയാണ്. നാം ഇവിടെ മനസ്സിലാക്കി 1. എൻ്റർപ്രണർ എന്നതിന് വ്യാഖ്യാനം. 2. എൻ്റർപ്രണർഷിപ്പ്. 3. എൻ്റർപ്രണർഷിപ്പിലെ ഗുണനിലവാര ഘടകം. 4. ഒരു വിജയിയായ എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ എൻ്റർപ്രണർ ആകാൻ എങ്ങനെ കഴിയും. 5. ഫ്ലോ ഡയഗ്രാം ഉപയോഗിച്ച് ഒരു ചെറിയ ബിസിനസ് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും. 6. കേസ് സ്റ്റഡി.